ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെയും മോഡൽ സൗമ്യയെയും സാക്ഷികളാക്കിയേക്കും. ശ്രീനാഥ് ഭാസിയെ അടുത്ത ദിവസം വീണ്ടും വിളിപ്പിക്കും. സിനിമാ താരങ്ങളെ പ്രതി ചേർക്കാൻ തെളിവില്ലെന്ന അന്വേഷണ സംഘം. ഷാജഹാൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഷാജഹാൻ, കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതി ചേർക്കാനുള്ള തെളിവുകളില്ല എന്നുള്ള നിരീക്ഷണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഇതിന് പിന്നാലെയാണോ സാക്ഷികളാക്കാനുള്ള നീക്കം? തീർച്ചയായിട്ടും മസിദ, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സിനിമാ മേഖലയിൽ നിന്നും 5 പേരെയാണ് ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചത്. ഇതിൽ പലർക്കും ഇതിൽ നേരിട്ട് ബന്ധമില്ല എന്ന് ബോധ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ശ്രീനാഥ് ഭാസിയെ ആ സമയത്ത് തത്സമ ചില മെസ്സേജുകൾ അയച്ചിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് വേണോ എന്നുള്ള പേരിൽ പുഷ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പക്ഷേ അതിന് മറുപടി കാര്യമായിട്ട് ശ്രീനാഥ് ഭാസി നൽകിയതുമില്ല. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മോഡലായിട്ടുള്ള സൗമ്യയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇവരിൽ നിന്നും ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഈ രണ്ടുപേരെയും കൂടി ഈ കേസിൽ സാക്ഷിയാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ എക്സൈസ് ആലോചിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും അന്വേഷണത്തിന്റെ വഴിയെ ഒരു പക്ഷേ ഇവരെയും സാക്ഷിയാക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ ഏതാണ്ട് 30ഓളം സാക്ഷികളാണ് വരുന്നത്. ഹൈബ്രിഡ് കേസിൽ 30ഓളം സാക്ഷികളാണ് വരുന്നത്. അതിൽ 2 പേർ ഒരുപക്ഷെ ഇവരായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ കേസിൽ മൊത്തം ഏതാണ്ട് 100ലധികം പേർക്ക് നോട്ടീസ് കൊടുത്താണ് ഹൈബ്രിഡ് കഞ്ചാവിന്റെ അന്വേഷണവുമായിട്ട് എക്സൈസ് മുൻപോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയിൽ നിന്നും 5 പേരെ വിളിച്ച് ചോദ്യം ചെയ്തത്. ഇതോടൊപ്പം നിരവധി പേരെ എക്സൈസ് നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ശരി ഷാജഹാൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ചെയ്യലിനൊടുവിലും ശ്രീനാഥ് ഭാസി ആയിക്കോട്ടെ മോഡൽ സൗമ്യ ആയിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അറിവുകളും വിവരങ്ങളും ഇല്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രതികരണവുമായി മൊഴിയുമൊക്കെയായി വന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്നും കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനോ ശേഖരിക്കാനുള്ള നടപടികൾ അതെങ്ങനെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇതിൽ പ്രതികളായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ആയിരിക്കും എക്സൈസ് വിളിക്കുക. അങ്ങനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ പങ്ക് ഇതിൽ വ്യക്തമാകുക. എന്നാൽ പലർക്കും ഇതിൽ നേരിട്ട് ബന്ധമില്ല എന്ന് എക്സൈസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ മടക്കി അയച്ചത്. എന്നാൽ ശ്രീനാഥ് ഭാസിയൊക്കെ തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് തസ്ലീമയുടെ കൈവശമുള്ള സമയം ചാറ്റ് ചെയ്തിരുന്നു പരസ്പരം. ഈ ചാറ്റിൽ പലതും ഡിലേറ്റ് ചെയ്ത നിലയിലായിരുന്നു. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.